നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ട്യൂട്ടോറിയൽ കഴിഞ്ഞു, ലെക്ചർ സീരീസ് 5 കഴിഞ്ഞു. സെക്കൻഡ് ട്യൂട്ടോറിയൽ നെക്സ്റ്റ് 5 പ്രോബ്ലംസ് ഏത് ഈ 301 പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ്റെ. എ പവർ സ്റ്റേഷൻ ഈസ് ടു സപ്ലൈ 4 regions ഓഫ് ലോഡ്സ്. ഒരു പവർ സ്റ്റേഷന് 4 region ഓഫ് ലോഡ്സ് സപ്ലൈ ചെയ്യാം. ഹൂസ് പീക്ക് വാല്യൂസ് ആർ 10,000 kilowatt, 5,000 kilowatt, 8,000 kilowatt and 7,000 kilowatt. The diversity factor of the load at the station is 1.5 and the average annual load factor is 60%. Calculate the maximum demand on the station and the annual energy supplied from the station. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കൊടുത്തിട്ടുള്ള ലോഡ് 4 റീജിയൻ്റെയും മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്, ഡൈവേഴ്സിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ കാണണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്തായിരുന്നു? ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ഇവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ 1.5 ഡൈവേഴ്സിറ്റി ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ വരും. ഫോർ മാക്സിമം ഡിമാൻഡ് വി ഹാവ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സോ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിവൈഡ് ബൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതാണ് ഈ ചെയ്തത്. സോ മാക്സിമം ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 30,000 ഡിവൈഡ് ബൈ 1.5, ഇറ്റ് ഈസ് 20,000 കിലോവാട്ട്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ KWH ജനറേറ്റഡ് പെർ ആനാണ്. KWH ജനറേറ്റഡ് പെർ ആനത്തിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം. എങ്ങനെയാണ് KWH ജനറേറ്റഡ് പെർ ആനത്തിൻ്റെ ഇക്വേഷൻ വരിക? 2 രീതിയിൽ കാണാം. നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു എന്താണ്? അവേഴ്സ് ഇൻ എ ഇയർ ആണ്. ഈ ആവറേജ് ലോഡിനെ നമുക്ക് എന്ത് എഴുതാം? മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ എന്ന് എഴുതാം, അല്ലേ? ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ എന്ന് എഴുതാം. നമുക്കിവിടെ മാക്സിമം ഡിമാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ലോഡ് ഫാക്ടർ അറിയാം, അവേഴ്സിന്. അപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഇടാം. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 1 second. യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏവറേജ് ലോഡ് ഓർ ഏവറേജ് ഡിമാൻഡ് ഇൻറ്റു ഹവേഴ്സ് ഇൻ എ ഇയർ ആണ്. ഇതിൽ അവേഴ്സ് ഇൻ എ ഇയർ നമുക്ക് ചെയ്യാം. ഏവറേജ് ലോഡ് കണ്ടുപിടിക്കണം. ഏവറേജ് ലോഡ് ഓർ ഏവറേജ് ഡിമാൻഡിനുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം. എന്താണ്? ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡിനുള്ള ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടുക? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ ആവറേജ് ഡിമാൻഡ് ഓർ ആവറേജ് ലോഡിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ്, ലോഡ് ഫാക്ടർ തന്നിട്ടുണ്ട്, മാക്സിമം ഡിമാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആവറേജ് ലോഡ് ഓർ മാക്സിമം ഡിമാൻഡ്. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം നിങ്ങൾക്ക് കിട്ടും. സോ അവരാദ്യം എന്ത് ചെയ്തു? ലോഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ദാറ്റ് ഈസ് ഫ്രം ദിസ് യു ഗോട്ട് ആവറേജ് ഡിമാൻഡ്. ഇനി നമുക്കറിയാം ആവറേജ് ഡിമാൻഡ് KWH ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആവറേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് ഈസ് ഈക്വൽ ടു KWH ജനറേറ്റഡ് പെർ ആനം ഡിവൈഡഡ് ബൈ അവേഴ്സ് ഇൻ എ ഇയർ. ഇങ്ങനെയൊരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു KWH ജനറേറ്റഡ് പെർ ആനം ബൈ അവേഴ്സ് ഇൻ എ ഇയർ. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നേരത്തെ തന്നെ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം എന്നുള്ള ഒരു സബ് ഹെഡിങ്ങിൻ്റെ അടിയിൽ നമ്മൾ ചെയ്തായിരുന്നു. ഇത് ആവറേജ് ഡിമാൻഡ് ഓർ ആവറേജ് ലോഡിൻ്റെ കീഴിലുള്ളതാണ് KWH ജനറേറ്റഡ് പെർ ആനം ഡിവൈഡഡ് ബൈ അവേഴ്സ് ഇൻ എ ഇയർ. അതായത് ഇയർലി ആവറേജ് ലോഡ്, ഡെയിലി ആവറേജ് ലോഡ് എന്നൊക്കെ പറയില്ലേ,
ആവറേജ് ലോഡും ആവറേജ് ഡിമാൻഡും സെയിം ആണ്, വീണ്ടും പറയാണ്, തെറ്റിക്കരുത്. സോ യു ഗോട്ട് ദ ആൻസർ. ഈ പ്രോബ്ലം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചാണ്. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പവർ സ്റ്റേഷൻ ഹാസ് എ മാക്സിമം ഡിമാൻഡ് ഓഫ് 15,000 kW. The annual load factor is 50% and the plant capacity factor is 40%. Determine the reserve capacity of the plant. നമുക്കറിയാം റിസർവ് കപ്പാസിറ്റി, ഇവിടെ റിവേഴ്സ് എഴുതി വെച്ചിരിക്കുന്നത് റിസർവ് ആണ്, തെറ്റരുത്. ഓക്കെ, അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ശ്രദ്ധിക്കുക, ഇത് എന്താണ്? റിസർവ് കപ്പാസിറ്റിയാണ്. റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? റിസർവ് കപ്പാസിറ്റി അറിയാം, പക്ഷേ പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. പ്ലാന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് എന്ത്? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം ഡിവൈഡഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ. അപ്പോൾ അവേഴ്സ് ഇൻ എ ഇയർ അറിയാം, പ്ലാന്റ് കപ്പാസിറ്റി അറിയില്ല. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട് 40%, പക്ഷേ യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം അറിയില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം കണ്ടുപിടിക്കണം. യൂണിറ്റ്സ് ജനറേറ്റഡ് പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം നമ്മൾ യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം പഠിച്ചിട്ടില്ലേ? അതെന്തായിരുന്നു? നേരത്തെ പറഞ്ഞ എന്താണ്? ആവറേജ് ഡിമാൻഡ് ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ. ആവറേജ് ഡിമാൻഡ് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടറാണ്. കാരണം ലോഡ് ഫാക്ടർ ഈക്വൽ ടു ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ അതിൽ നമുക്ക് ആവറേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എനർജി ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു മാക്സിമം ആവറേജ് ഡിമാൻഡ്, മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ, അതാണ് ആവറേജ് ഡിമാൻഡ് ഇൻറ്റു അവേഴ്സ് ഇൻ എ ഇയർ. ഇതൊക്കെ തന്നിട്ടുണ്ട്, നമുക്കത് ചെയ്യാം. ഓക്കെ, ഇനി പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം കിട്ടി, പ്ലാന്റ് കപ്പാസിറ്റി അറിയില്ല, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഉണ്ട് അവേഴ്സ് ഇൻ എ ഇയർ. അപ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇട്ടെടുത്ത് ഇതൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്ലാന്റ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് ദിസ് വൺ. സോ റിസർവ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്, ദാറ്റ് ഈസ് 3750 കിലോവാട്ട്. ഇതും പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതേ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം. എ പവർ സപ്ലൈ ഈസ് ഹാവിങ് ദ ഫോളോയിങ് ലോഡ്സ്. ഏതൊക്കെ ടൈപ്പ് ലോഡ്? ഡൊമസ്റ്റിക് ഉണ്ട്, കൊമേഴ്ഷ്യൽ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്. അവരുടെ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രൂപ്പ് എത്രയാണ്? അതായത് ഡൈവേഴ്സിറ്റി എത്രയാണ്? ഡിമാൻഡ് ഫാക്ടർ എത്രയാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇഫ് ദ ഓവറോൾ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇസ് 1.35. ഇത് ഇൻഡിവിജ്വൽ ആണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഓവറോൾ സിസ്റ്റത്തിന് ഡൈവേഴ്സിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ മാക്സിമം ഡിമാൻഡ് ആൻഡ് കണക്റ്റഡ് ലോഡ് ഓഫ് ഈച്ച് ടൈപ്പ്. സോ ഫസ്റ്റ് വൺ എന്താണ്? മാക്സിമം ഡിമാൻഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ, മാക്സിമം ഡിമാൻഡ് ഓഫ് പവർ സ്റ്റേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, എന്താണ്? സം ഓഫ്, ഞാൻ ഇതിങ്ങനെ എഴുതണം എന്തിനാ അറിയോ? നിങ്ങളുടെ തലയിലേക്ക് ഇത് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ, എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, സം ഓഫ് ഇൻഡിവിജ്വൽ, കളറൊന്ന് മാറ്റട്ടെ, മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്? മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ തന്നിട്ടുണ്ട്. സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാൻ ഓരോന്നിൻ്റെയും മാക്സിമം ഡിമാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്ത് ഇതിൽ കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. അപ്പോൾ അതെങ്ങനെ നോക്കാം. സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് 3 ടൈപ്സ് ഓഫ് ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ മാക്സിമം ഡിമാൻഡ്. ആസ് ദ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് 1.35, നമുക്ക് 1.35 ഈസ് ഈക്വൽ ടു ദിസ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ സപ്ലൈ സിസ്റ്റം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് നേരെ ഇവിടെ ഇട്ടു. മാക്സിമം ഡിമാൻഡ് ഓൺ സപ്ലൈ സിസ്റ്റം ഈസ് ഈക്വൽ ടു, അതായത് നേരത്തെ ഇക്വേഷൻ ശരിക്കും ആലോചിച്ച് വെക്കുക. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ദിസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിൽ ഈ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് പോയി ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇങ്ങോട്ട് വന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 13,500 ആണ് സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് 3 ലോഡ് ഡിവൈഡഡ് ബൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ. യു വിൽ ഗെറ്റ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ. ഇനി അടുത്തത് പറഞ്ഞത് കണക്റ്റഡ് ലോഡ് ഓൺ
ഈച്ച് കൺസ്യൂമറാണ് പറഞ്ഞത്. കണക്റ്റഡ് ലോഡിൻ്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമ്മൾക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡായിരുന്നു. സോ കണക്റ്റഡ് ലോഡ് ഈസ് ഈക്വൽ ടു എന്താണ്? മാക്സിമം ഡിമാൻഡ് ബൈ ഡിമാൻഡ് ഫാക്ടർ ആയിരുന്നു. ഇതിൽ ഡിമാൻഡ് ഫാക്ടർ ചെയ്യാം. അപ്പോൾ മാക്സിമം ഡിമാൻഡ് ഓരോന്നിൻ്റെയും നോക്കണം. അപ്പോൾ മാക്സിമം ഡിമാൻഡ് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഇൻഡസ്ട്രിയൽ ലോഡിൻ്റെ നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അതേ ഇൻറ്റു ഡൈവേഴ്സിറ്റി ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാക്സിമം ഡിമാൻഡ് സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് കിട്ടും. കാരണം എന്താണ്? മാക്സിമം ഇൻഡസ്ട്രിയൽ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് ആണല്ലോ. ആ ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സ് ആണ്, ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അവരുടെ സം കിട്ടണ്ടേ? അതിന് അവരുടെ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഈച്ച് ടൈപ്പ് ഓഫ് ലോഡ് ഹാസ് ഇറ്റ്സ് ഓൺ ഡൈവേഴ്സിറ്റി ഫാക്ടർ എമംഗ് ഇറ്റ്സ് കൺസ്യൂമേഴ്സ്. സോ സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡൊമസ്റ്റിക് ഡിമാൻഡ് ഡിവൈഡ് ബൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ. കാരണം ഇത് എവിടുന്നാണ് ഇക്വേഷൻ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ ആ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഡൊമസ്റ്റിക് സിസ്റ്റമാണ്. നേരത്തെ നമ്മൾ പവർ സ്റ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ത്? സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ എന്ത് പറഞ്ഞു? മാക്സിമം ഡിമാൻഡ് ഓൺ ദ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ പറഞ്ഞു. പക്ഷേ ഇവിടെ പവർ സ്റ്റേഷൻ അല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ എന്തായിരിക്കണം? ഇവിടെ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ് ആവണം. ഓക്കെ. അപ്പോൾ സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഇവിടുത്തെ എന്തായിരിക്കണം? അതിൻ്റെ കൺസ്യൂമറിൻ്റെ മാക്സിമം ഡിമാൻഡ് ആയിരിക്കണം. അപ്പോൾ സോ മാക്സിമം ഡിമാൻഡ് ഓൺ ഓഫ് ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും? സം ഓഫ് മാക്സിമം ഡിമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഇൻറ്റു ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഈസ് ഈക്വൽ ടു മാക്സിമം ഡൊമസ്റ്റിക് ഡിമാൻഡ്, അവരുടെ മാക്സിമം ഡൊമസ്റ്റിക് ഡിമാൻഡ് ഇൻറ്റു ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതാണ് 1800 kW. അങ്ങനെ എന്ത് ചെയ്തു? മൂന്നെണ്ണത്തിൻ്റെയും അവർ ചെയ്തു. കമേഴ്ഷ്യലിൻ്റെ ചെയ്തു, ആദ്യം ഡൊമസ്റ്റിക് ചെയ്തു, കമേഴ്ഷ്യൽ കൺസ്യൂമർ ചെയ്തു, അപ്പോൾ ഇത്ര വന്നു. പിന്നെ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ കൺസ്യൂമർ ചെയ്തു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? നമ്മൾക്ക് ഒരു കാര്യം അറിയായിരുന്നു. ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്? മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ് ആയിരുന്നു. അപ്പോൾ കണക്റ്റഡ് ലോഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മാക്സിമം ഡിവൈഡഡ് ബൈ ഡിമാൻഡ് ഫാക്ടർ ചെയ്താൽ മതി. ശരിയല്ലേ? നമ്മൾ ഡിമാൻഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡായിരുന്നു. അപ്പോൾ കണക്റ്റഡ് ലോഡ് ചെയ്യാൻ ചെയ്താൽ മതി ഡിമാൻഡ് ഫാക്ടർ ബൈ മാക്സിമം ഡിമാൻഡ് ബൈ ഡിമാൻഡ് ഫാക്ടർ ചെയ്താൽ നമുക്ക് ഉത്തരമായി. ഓക്കെ. 9th question. At the end of a power distribution system, a certain feeder supplies 3 distribution transformer. ഒരു പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഇതിൽ ഒരു ഫീഡർ എന്ത് ചെയ്യുന്നുണ്ട്? 3 ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അതായത് ഇതെന്താണെന്ന് സംഭവിച്ചാൽ നമുക്കൊരു പവർ സ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും, പിന്നെ തൊട്ടടുത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അവസാന പോർഷനിൽ എന്താണ്? അവിടെ ഒരു ഫീഡർ നമ്മൾ പറയണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറ്റിപ്പുറം സൈഡിലേക്ക് വരുന്നതിന് നമ്മൾ കുറ്റിപ്പുറം ഫീഡർ എന്ന് പറയും. അല്ലെങ്കിൽ MESൻ്റെ സൈഡിലേക്ക് വരുന്നതിന് അവിടുത്തെ ഏറ്റവും ഏതാണോ ഏരിയ ഇതായിട്ടുള്ളത്, എന്താണ് ഫേമസ് ആയിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് നമ്മൾ പേരിടുക. അപ്പോൾ സബ്സ്റ്റേഷനിൽ തന്നെ ചിലപ്പോൾ പേരിട്ട് വെച്ചിട്ടുണ്ടാവും MES ഫീഡർ. അല്ലെങ്കിൽ നമ്മളുടെ MES എന്താണ് പറയാൻ കാരണം വെച്ചാൽ MES നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HT കൺസ്യൂമർ. അപ്പോൾ MES ആയിട്ട് തന്നെ ഒരു ഫീഡർ ആയിട്ട് എടുക്കും. അപ്പോൾ എടപ്പാൾക്ക് അല്ലെങ്കിൽ കുറ്റിപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഫീഡ് ചെയ്യണമെങ്കിൽ ആ പേരുണ്ടാവും. അപ്പോൾ അതിൻ്റെ കീഴിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഫീഡറിൻ്റെ കീഴിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ പ്രെമിസസിൽ ഇരിക്കുന്നതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സാണ്. ഒരു റോട്ടിൽ കൂടെ പോകുമ്പോൾ പ്രെമിസസിൽ ഇരിക്കുന്നതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. എനിക്കിത്ര ഇതായിട്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ KSEBിയിൽ 2 വർഷം വർക്ക് ചെയ്തതാണ്.
അപ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും ആ പിക്ചോറിയൽ വ്യൂ എൻ്റെ മൈൻഡിൽ വന്നിട്ടാണ് ഞാൻ പറയുന്നത്. അതാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റാതെ പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഫീഡറിൻ്റെ കീഴിൽ 3 ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. കാരണം എന്തിനാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വെക്കുന്നത് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഇത്ര ലോഡ് വരും. ഇത്ര ലോഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കപ്പാസിറ്റിയുടെ ബിയോണ്ട് ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ അവിടെ വെക്കുന്നത്. ഈച്ച് വൺ സപ്ലൈയിങ് എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഹൂസ് കണക്റ്റഡ് ലോഡ്സ് ആർ. അപ്പോൾ 3 ട്രാൻസ്ഫോമറുണ്ട്, അതിൻ്റെ കീഴിലുള്ള ലോഡ് ട്രാൻസ്ഫോമർ നമ്പർ 1, 2, 3 ലോഡ് ഇത്രയാണ്, അതിൻ്റെ മാക്സിമം ലോഡ്, ഡിമാൻഡ് ഫാക്ടർ ഇത്രയാണ്, ഡൈവേഴ്സിറ്റി ഓഫ് ഗ്രൂപ്പ് ഇത്രയാണ്. ഓക്കെ, അത് പറഞ്ഞു. ഇഫ് ദ ഡൈവേഴ്സിറ്റി അമംഗ് ദ ട്രാൻസ്ഫോമേഴ്സ് ഈസ് 1.3, എല്ലാ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഇടയിലുള്ള ഡൈവേഴ്സിറ്റി 1.3 ആണ്. ഫൈൻഡ് ദ മാക്സിമം ലോഡ് ഓൺ ദ ഫീഡർ. ഫീഡറിൻ്റെ മുകളിലുള്ള മാക്സിമം ലോഡാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് വരച്ചത്. ഇതൊരു ഫീഡർ ആണെങ്കിൽ ഈ ഫീഡറിന് 3 ഏരിയയിലേക്ക് പോകുന്നുണ്ടാവും, 3 ട്രാൻസ്ഫോമർ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഡിഫറെൻറ്റ് വീട്ടിലത്തെ കൺസ്യൂമർ 1, 2, 3, ഇവിടെ 15, 16, 17 അങ്ങനെ നമ്മൾക്ക് ഒരു ഫിഗർ ആയിട്ട്. അപ്പോൾ ഫിഗർ ഷോസ് എ ഫീഡർ സപ്ലൈയിങ് 3 ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. നമുക്കറിയാം ഡിമാൻഡ് ഫാക്ടർ ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. ഇതെന്തിനാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്? മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ കാണണമെന്നുണ്ടെങ്കിൽ സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓൺ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യണം? ഡൈവേഴ്സിറ്റി ഫാക്ടർ ചെയ്യണം. കാരണം എന്താണ്? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നുള്ള ഇക്വേഷൻ എന്തായിരുന്നു? DF ഈസ് ഈക്വൽ ടു സം ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? മാക്സിമം ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫോമർ 1ൻ്റെ മുകളിൽ മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ 1 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ഓൺ ട്രാൻസ്ഫോമർ 1 കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ കസ്റ്റമേഴ്സ് ഓൺ ട്രാൻസ്ഫോമർ 1 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ 1 കണ്ടുപിടിക്കണം. അതിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ നമുക്കിവിടെ ആ ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടുപിടിക്കേണ്ട സാധനം എന്താണ്? മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത് വെച്ചാൽ ഡിമാൻഡ് ഫാക്ടർ ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു കണക്റ്റഡ് ലോഡ്. നമ്മൾ രണ്ടാമത്തെ ടേം ഡെഫിനേഷനായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ ഈക്വൽ ടു കണക്റ്റഡ് ലോഡ് ഇൻറ്റു ഡിമാൻഡ് ഫാക്ടർ. കണക്റ്റഡ് ലോഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 10 കിലോ വാട്ടാണ് വേണ്ടത്. അപ്പോൾ 10 ഇൻറ്റു അവിടുത്തെ ഡിമാൻഡ് ഫാക്ടർ ഉണ്ട് 0.65. സോ ഇറ്റ് ഈസ് 6.5 kW. ഇതെല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓൺ ട്രാൻസ്ഫോമർ 2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ കണക്റ്റഡ് ലോഡ് ഇൻറ്റു ഡിമാൻഡ് ഫാക്ടർ 7.2 kW ആണ്, അത് കണ്ടുപിടിച്ചു. സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഓൺ ട്രാൻസ്ഫോമർ 3 എന്ത് ചെയ്തു? നമ്മൾ കണ്ടുപിടിച്ചു. So we need to find out what is the maximum demand on transformer. Diversity factor is equal to sum of individual maximum demands by maximum demand on that system. അപ്പോൾ ഇവിടുന്ന് മാക്സിമം ഡിമാൻഡ് ഓൺ ദാറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ലോഡ് കിട്ടി. ഡൈവേഴ്സിറ്റി ഫാക്ടർ ടേബിളർ കോളിൽ തന്നിട്ട് അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫാക്ടർ ഇങ്ങോട്ട് വരും. അതല്ലേ ഫസ്റ്റ് വണ്ണിൻ്റെ കണ്ടുപിടിച്ചിരിക്കുന്നത്. സെക്കൻഡ് വണ്ണും അതേപോലെ കണ്ടുപിടിച്ചു, തേർഡ് വണ്ണും അതേപോലെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്? ഏറ്റവും ഫൈനലായിട്ട് ഫൈൻഡ് ദ മാക്സിമം ലോഡ് ഓൺ ദ ഫീഡർ ഇഫ് ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ ആണെങ്കിൽ. അപ്പോൾ എന്താണ് മാക്സിമം ലോഡ് അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഓൺ ദ ഫീഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൈവേഴ്സിറ്റി ഫാക്ടർ എമംഗ് ട്രാൻസ്ഫോമർ ഈസ് 1.3. മാക്സിമം ഡിമാൻഡ് ഓൺ ഫീഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ ഈ കിട്ടിയില്ലേ ഏത് ഡിമാൻഡ്? ടോട്ടൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഓൺ ദാറ്റ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഫീഡർ ഡിവൈഡഡ് ബൈ 1.3. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഇതാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റരുത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ ആണെങ്കിൽ. ഇനി അതല്ല കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? കൺസ്യൂമർ. അപ്പോൾ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൺസ്യൂമർ ആണെങ്കിൽ കൺസ്യൂമർ, അല്ലെങ്കിൽ ഫീഡർ ആണെങ്കിൽ ഫീഡർ. ഇവിടെ നമ്മൾ ഫീഡറിൻ്റെയാണ് ചെയ്തത്.
അപ്പോൾ ഫീഡറിൻ്റെ ചെയ്യുമ്പോൾ എന്താണ്, സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഓഫ് ഫീഡേഴ്സ് ചെയ്യണം. അതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ചെയ്തു വെച്ചത്. ഓക്കെ, എന്നിട്ട് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇട്ടു. ഇനി ഇതിൻ്റെ മുന്നത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഡിമാൻഡ് ഓൺ ഈ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ട്, ഏത് മാക്സിമം ഡിമാൻഡ് ഓൺ ഫീഡർ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഈ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഓൺ ട്രാൻസ്ഫോമർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിൻ്റെ മുന്നുള്ളത് നമ്മൾ ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു 2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് lecture series, it has been decided to install a diesel power station to supply power in a suburban area having the following particulars. First one, 1000 houses with average connected load of 1.5 kilowatt in each house. The demand factor and the diversity being 0.4 and 2.5 respectively. 10 factories having overall maximum demand of 90 kilowatt, 7 tubewells of 7 kilowatt each and operating together in the morning. The diversity factor among above 3 types of consumers is 1.2. What should be the minimum capacity of the power station? അപ്പോൾ മിനിമം കപ്പാസിറ്റി ഓഫ് ദ പവർ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, മിനിമം കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി അറിയാം, മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ കണ്ടുപിടിച്ചാൽ മതി. മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എന്ത്, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു എന്താണ്, സം ഓഫ് ഇൻഡിവിജ്വൽ ഡിവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്, മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷനാണെങ്കിൽ പവർ സ്റ്റേഷൻ, ഫീഡറാണെങ്കിൽ ഫീഡർ, കൺസ്യൂമർ ആണെങ്കിൽ കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്, സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡും ഡൈവേഴ്സിറ്റി ഫാക്ടറും കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എന്താണ്, ഒരു ഡീസൽ പവർ സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനല്ലേ, അപ്പോൾ അവിടുത്തെ മിനിമം കപ്പാസിറ്റി എന്താണെന്നുള്ളത് ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഹൗസസ്, അവിടെ എന്താ പറഞ്ഞത്, 1000 ഹൗസസ് 1.5 കിലോവാട്ട്, 0.4 ആണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, എന്ത്, ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് മാക്സിമം എന്താണ്, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്, അതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതെന്ത് ചെയ്തു, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 1.5 ഇൻറ്റു 1000, അതെന്താണ് മാക്സിമം ഡിമാൻഡ്, ഇൻറ്റു 0.4, അപ്പോൾ 600 കിലോവാട്ട്. അപ്പോൾ സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഹൗസസ് കിട്ടി. അതേപോലെ മാക്സിമം ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ലോഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ലോഡ് പറഞ്ഞാൽ എന്തായിരിക്കും, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഹൗസസ് ഡിവൈഡഡ് ബൈ എന്താണ്, ഡൈവേഴ്സിറ്റി ഫാക്ടറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് ഡിമാൻഡ് ഫാക്ടർ ആട്ടോ, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഡിമാൻഡ് ഫാക്ടർ. ഓക്കെ, ഇനി മാക്സിമം ഡിമാൻഡ് ഫോർ ഫാക്ടറീസ് ഓൾറെഡി തന്നിട്ടുണ്ട് 90 കിലോവാട്ട്. മാക്സിമം ഡിമാൻഡ് ഫോർ ട്യൂബേഴ്സ് 7 × 7 ഡിവൈഡ് ബൈ 1. കാരണം എന്താണ്, ട്യൂബേഴ്സ് ഓപ്പറേറ്റ് ടുഗദർ, എല്ലാം കൂടി ഓപ്പറേറ്റ് ചെയ്യുക ഒപ്പാണ്. ദ ഡൈവേഴ്സിറ്റി ഫാക്ടർ അതുകൊണ്ട് എന്താണ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 7 ഡിവൈഡ് ബൈ 1. സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് 3 ടൈപ്സ് ഓഫ് ലോഡ്സ് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കിട്ടിയതിനെ നമുക്ക് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി ഡൈവേഴ്സിറ്റി ഫാക്ടർ അമംഗ് ഇതാണ്. അപ്പോൾ എന്താണ്, ഇവിടെ നേരത്തെ ആ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ കൊടുത്തു. സോ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് ഡിവൈഡഡ് ബൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ. സോ ഇറ്റ് ഈസ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ ഈസ് ഈക്വൽ ടു 316 കിലോവാട്ട്. ഇറ്റ് ഈസ് ദ എന്താണ്, അതാണ് എന്തുള്ളത്, അതാണ് മിനിമം കപ്പാസിറ്റി ഓഫ് ദ സ്റ്റേഷൻ റിക്വയർഡ് ഫോർ, അപ്പോൾ 316 കിലോവാട്ട്. ഇത് നമ്മളുടെ സെക്കൻഡ് ട്യൂട്ടോറിയൽ സീരീസ് 5 പ്രോബ്ലം ഞാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ 5 or 6 പ്രോബ്ലം അടുത്ത സീരീസിനും ഞാനിടാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടും ഇതിലിട്ടുതരാം. ഓക്കെ, താങ്ക് യു.